ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കാതിരുന്ന ഒരു വിഷയമാണ്. കാരണം ചില IAS ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിനെതിരെ പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഡോക്ടർ ബി അശോകാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചില വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കട്ടെ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു പൊതു നരേറ്റീവ് നമ്മളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത് അദ്ദേഹം അഴിമതിക്കാരനല്ല എന്നുള്ള ഒരു നരേറ്റീവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ്റൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിനെതിരെ ഡോക്ടർ ബി അശോകും അതുപോലെ തന്നെ ബിജു പ്രഭാകറും അതുപോലെ പ്രശാന്ത് നായരും ഒക്കെ തന്നെ ചില ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ പിണറായി സർക്കാരിനെതിരെ അവർ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് 3 പേർക്ക് ഉള്ളൊരു ക്വാളിറ്റിയായി നമ്മൾ മനസ്സിലാക്കുന്ന അവരൊന്നും അഴിമതിക്കാരല്ല, അവർ അത്യാവശ്യം പ്രഗത്ഭരായ മിടുക്കരായിട്ടുള്ള IAS ഉദ്യോഗസ്ഥരായിട്ട് തന്നെ കരുതുന്നവരാണ് എതിരെ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഗവൺമെൻറ്റിനുണ്ട്. കൂടാതെ ജയതിലകനെ പോലെയുള്ള ചില ചീഫ് സെക്രട്ടറിമാരാണ് അവിടെ ഇരിക്കുന്നത്, KM എബ്രഹാമിനെ പോലെയുള്ള ആളുകളെയാണ് എടുത്തു വച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾക്കൊക്കെ ചില അടിസ്ഥാനങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇവരൊക്കെ തന്നെ അഴിമതിക്കാരല്ലാതിരിക്കും, നിഷ്പക്ഷരായിട്ടുള്ള ആളുകളായിരിക്കും. അതേസമയം പിണറായി സർക്കാരിനോട് അവരെതിരാകുകയും ചെയ്യുമ്പോൾ ഒരു പൊതുവായിട്ടുള്ള വികാരം അവർക്ക് അനുകൂലമാകും എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല. എനിക്കിപ്പോഴും വിശ്വാസം ഡോക്ടർ ബി അശോകൊന്നും ഒരു അഴിമതി നടത്തുന്ന ആളല്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം പലപ്പോഴും വകുപ്പുകളിൽ ഇരുന്നപ്പോൾ ഒക്കെ തന്നെ അദ്ദേഹം വളരെ ധീരമായിട്ടുള്ള നിലപാടുകൾ എടുത്തു. ഇപ്പോൾ 8 മാസം അദ്ദേഹം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. ആ സമയം മുതൽ ഗവൺമെൻറ്റുമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം പലതവണ ട്രിബ്യൂണലിൽ പോവുകയും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധികൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ വിധികൾ കിട്ടുമ്പോൾ ഒന്നുകൂടി അവരുടെ സൈഡിൽ നിന്ന് ബലം കൂടുകയും സർക്കാരിൻ്റെ ബലം കുറയുകയുമാണ് ചെയ്യുന്നത്. സർക്കാരിന് ചീത്തപ്പേരുണ്ടാവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ തോതിലെങ്കിലും ഈ പറയുന്ന പോലെ ഭരണവിരുദ്ധ വികാരത്തിനും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് എത്ര നല്ലതാണോ എന്ന് പറയുന്ന സംശയത്തിനും ഒക്കെ കാരണമായിട്ടുണ്ട് എന്നുള്ളത് കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സസ്പെൻഡ് ചെയ്തതിലേക്ക് നയിച്ചിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അദ്ദേഹം കേരള ശബ്ദത്തിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. ആ ലേഖനം എന്ന് പറയുന്നത് 1ാം പിണറായി സർക്കാർ കുറേ കൂടി നന്നായി കോർഡിനേറ്റ് ചെയ്യുമായിരുന്നു എന്നും കൂടാതെ അത്തരത്തിലുള്ളൊരു കോർഡിനേഷൻ 2ാം പിണറായി സർക്കാരിൽ ഉണ്ടായില്ലെന്നും കൂടാതെ വിരമിച്ചിട്ടുള്ള 12ഓളം വരുന്ന IAS ഉദ്യോഗസ്ഥന്മാരെ കീ പോസ്റ്റുകളിൽ വെച്ചുകൊണ്ടാണ് ഒരു ഭരണം നടത്തുന്നതെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ചില മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂകളിലൊക്കെ തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ കൊടുത്തുവിട്ടുണ്ട്. ആ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളിൽ നിന്ന് അദ്ദേഹം ഏതാണ്ട് ഇന്നലെ സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ചയിൽ കുറച്ചൊന്ന് പുറകോട്ടും പോയിട്ടുണ്ട്. കാരണം ഈ സർവേകളൊക്കെ എക്സിറ്റ് പോളുകളൊക്കെ വന്നപ്പോൾ ഏതാണ്ട് പിണറായി മാറും എന്നുള്ള ധൈര്യം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സസ്പെൻഷൻ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ആ നോട്ടീസിന് അദ്ദേഹം റിപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. കാരണം ആ നോട്ടീസ് അദ്ദേഹം ഒരു വലിയ ബാഡ്ജായി നെഞ്ചത്ത് കുത്തി കിടക്കും. കാരണം ഇപ്പോൾ ഏപ്രിൽ 9 തന്നെ ഈ ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി പുതിയ ഭരണ ഗവൺമെൻറ് എന്താണെങ്കിലും ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് പുതിയ ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പോലെ സസ്പെൻഷൻ ഓർഡർ തന്നെ അദ്ദേഹം എന്ത് ചെയ്യും, മേശപ്പുറത്തിരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ അത് ഈ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ പിൻവലിക്കും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഞാൻ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഡോക്ടർ KM എബ്രഹാം എന്ന് പറയുന്ന ഒരാൾക്ക്, അതായത് നേരത്തെ റിട്ടയർ ചെയ്യപ്പെട്ട IIT-യിലൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഡോക്ടർ KM എബ്രഹാം എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ചീഫ് സെക്രട്ടറിക്ക് നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തെ കിഫ്ബിയുടെ മേധാവിയായിട്ട് നിയമിച്ചു എന്നുള്ളതൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് 3 ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം കിട്ടുന്നു. അത് തന്നെ ഹോണറേറിയമാക്കി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പെൻഷനൊക്കെ തന്നെ വേറെ അല്ലാതെ മേടിക്കാനുള്ള സൗകര്യം ഒരുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ വിമർശനപരമായി തോന്നുന്നൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ പോലെയോ അല്ലെങ്കിൽ IIT-കളിൽ നിന്ന് പാസ്സായ ആളുകൾക്കൊക്കെ തന്നെ 10 കോടി രൂപയൊക്കെ വാർഷിക ശമ്പളം പഠിച്ചിറങ്ങുമ്പോൾ തന്നെ കിട്ടുന്നൊരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല IIT-യിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക്. കുറച്ചുകൂടി അവർ മിടുക്കന്മാരും പ്രഗത്ഭരും IAS പോലെയുള്ള പരീക്ഷകൾ എഴുതിയെടുക്കാൻ കെൽപ്പുള്ളവരും ഒക്കെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും 5 ലക്ഷം രൂപ കൊടുത്താൽ പോരാ എന്ന് പറയുന്ന ഒരു തോന്നലാണ് എനിക്കുള്ളത്. പക്ഷേ KM എബ്രഹാമുമായിട്ടൊക്കെ തന്നെ നിരവധി ഈ പറഞ്ഞ പോലെ ആരോപണങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഗവൺമെൻറ് പ്രതിച്ഛായക്ക് ഒരു തകരാറുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹമാണ് ഒരു സെക്കൻഡ് ഇൻ കമാൻഡ്, പിണറായി കഴിഞ്ഞാൽ മന്ത്രിമാർ പോലുമല്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു ഇദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ ഒരു സാരം. പക്ഷേ എനിക്ക് ഇതിൽ ഈ ആംഗിൾ ഞാൻ ഡിസ്കസ് ചെയ്തില്ല. അതുകൂടാതെ ബിജു പ്രഭാകർ IAS അദ്ദേഹം ഇപ്പോൾ നാം നമ്മളെ കൊള്ളയടിക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു പുസ്തകം മനോരമ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മനോരമ പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് തന്നെ പുസ്തകം വിറ്റുപോകേണ്ടത് മനോരമയുടെയും കൂടി ആവശ്യമായതുകൊണ്ട് മനോരമ അതിന് സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ ഒരു വലിയ റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹവുമൊക്കെ നല്ല ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. കാരണം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വലിയ അഴിമതി നടക്കുന്ന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഈ പറയുന്ന പോലെ പേപ്പട്ടി വിഷബാധക്കെതിരെയുള്ള വാക്സിൻ അതെങ്ങനെയാണ് കൂടുതലായി മേടിപ്പിക്കുന്നത്, അവരുടെ ഫണ്ട് ചെയ്തുകൊണ്ടാണ്
ഇവിടെ പട്ടികൾക്ക് വേണ്ടി ആളുകൾ സമരം ചെയ്യുന്ന അടക്കമുള്ള നിരവധി പ്രസ്താവനകൾ നടത്തി നമ്മുടെ കണ്ണുറപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പഴയ തച്ചടി പ്രഭാകരൻ എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ്റെ മകനാണ്. അദ്ദേഹത്തിന് അടുത്ത തവണ ഇപ്പോൾ ശശി തരൂരല്ല മത്സരിക്കുന്നെങ്കിൽ അദ്ദേഹം പാർലമെൻറ്റിൽ മത്സരിക്കുമെന്ന് കേൾക്കുന്നു. പക്ഷേ അദ്ദേഹം റിട്ടയർ ചെയ്താണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി തുറന്നു പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ പ്രശാന്ത് നായർ എന്ന് പറയുന്ന പ്രശാന്ത് ബ്രോ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന പഴയ കളക്ടർ, അദ്ദേഹത്തെയും ഇതുപോലെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ LDF ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായക്ക് വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ തന്നെ മുമ്പ് ഗവൺമെൻറ്റിനെ പുകഴ്ത്തിയിട്ടുള്ള ചില വോയിസ് ക്ലിപ്പുകളുമൊക്കെ തന്നെ, ചില സൗണ്ട് ബൈറ്റുകളുമൊക്കെ തന്നെ ഞാൻ കേട്ടു. അതിൽ BS അശോക് വളരെ കാര്യമായിട്ട് പിണറായി വിജയൻ സർക്കാരിനെ പുകഴ്ത്തുകയും ഉമ്മൻചാണ്ടിക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതൊന്നുമല്ല, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ IASകാരും IPSകാരും ഒക്കെ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ ഹീറോകളായി മാറുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പിന്നിലുള്ള അജണ്ടകൾ എന്താണ് എന്നുകൂടി വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ 2 തവണ അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ജേക്കബ് തോമസ്, അദ്ദേഹം വളരെ അഴിമതിരഹിത ഉദ്യോഗസ്ഥൻ, വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു വിജിലൻസ് ഡയറക്ടർ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും വളരെ വിശദമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ ചില അന്വേഷണങ്ങൾ അദ്ദേഹം തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതും ചില കാര്യങ്ങൾക്ക് അദ്ദേഹം അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. കൂടാതെ അദ്ദേഹം ഇപ്പോൾ ചില യൂട്യൂബ് ചാനലുകളൊക്കെ നടത്തേണ്ട, അത് നടത്താൻ തന്നെ അദ്ദേഹം അത്രമാത്രം മിടുക്ക് കാണിക്കുന്നില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. കൂടാതെ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ആളുകൾ കേൾക്കാൻ തന്നെ അധികം പേരില്ല എന്നുള്ളതൊക്കെ ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് നമുക്കറിയാം, ഇതുപോലെ വലിയ തോതിൽ വാഴ്ത്തപ്പെട്ട ഒരാളാണ് ശ്രീധരൻ എന്ന് പറയുന്നത്. അദ്ദേഹം കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രി ആകാം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സാമാന്യ ബോധത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ TP സെൻകുമാർ എന്ന് പറയുന്ന ഒരാൾ വളരെ അഴിമതിരഹിതനായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണെന്ന് കേട്ടതാണ്. പക്ഷേ അദ്ദേഹമാണ് നമ്മളോട് വലിയ ഉദ്ബോധിപ്പിച്ചത്, നിങ്ങളാരും പേടിക്കേണ്ട, കൊറോണ കേരളത്തിലേക്ക് വരില്ല. കാരണം കൊറോണ വരണമെന്നുണ്ടെങ്കിൽ ചൂടുള്ളതുകൊണ്ട് കൊറോണ പോകും, കൊറോണ തണുപ്പിൽ മാത്രമേ ജീവിച്ചിരിക്കൂ. അതുകൊണ്ട് കൊറോണ വന്നാൽ തന്നെ ഇനി വന്നാൽ കൊടൈക്കനാലിലോ മൂന്നാറിലോ ഒക്കെ ആയിരിക്കും സ്റ്റേ ചെയ്യുക എന്നുള്ളത് പറഞ്ഞത് അദ്ദേഹമാണ്. ഇതുകൂടാതെ നമ്മൾ വളരെ സത്യസന്ധനും കഴിവുള്ളവനും മിടുക്കുള്ളവനും എന്ന് കേട്ട മറ്റൊരു ഉദ്യോഗസ്ഥനാണ് സിബി മാത്യൂസ് എന്ന് പറയുന്നത്. ചാരക്കേസൊക്കെ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചെന്ന് നമ്പി നാരായണനോട് മാപ്പ് പറഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടു. ബ്രാഹ്മണ ശാപം ഏൽക്കാതിരിക്കാൻ അദ്ദേഹം ചെന്ന് മാപ്പ് പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ അത്ര കഴിവുള്ള, മിടുക്കുള്ള, വളരെ ധൈര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ സിബി മാത്യൂസൊക്കെ ഈ ഒന്നുമില്ലാത്ത ചാരക്കേസ് വെറുതെ ഈ പറയുന്ന പോലെ സ്മാർട്ട് വിജയൻ എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ അത്ര സ്മാർട്ടല്ലാത്ത വിജയൻ്റെ വാക്കും കേട്ട് ഇത് കെട്ടിപ്പൊക്കുമോ, അതിൻ്റെ പേരിൽ ഒരാളുടെ ജീവിതം നശിപ്പിക്കുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നൊരു കാര്യം, ഇത്തരത്തിലുള്ള പല പ്രതിബിംബങ്ങളുടെയും പ്രതിച്ഛായകളുടെയും ഒക്കെ നിർമ്മാണം യഥാർത്ഥത്തിൽ വളരെ ബോധപൂർവമായി ചില മീഡിയകൾ ചെയ്യുന്നതാണോ എന്നുള്ളത് കൂടി നമ്മൾ വിലയിരുത്തിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് അഭിപ്രായം പറയാൻ എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അശോകിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഞാനിപ്പോഴും വിചാരിക്കുന്നു അവരെല്ലാവരും തന്നെ എതിർക്കുന്നത് ഗവൺമെൻറ് ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അശോകിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, അദ്ദേഹം മിടുക്കനായിട്ടുള്ള ഒരാൾ തന്നെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ ബിജു പ്രഭാകരമൊക്കെ അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ മറ്റ് ആളുകളുടെയൊക്കെ കാര്യത്തിലും ഇവരുടെയൊക്കെ കാര്യത്തിലുമൊക്കെ തന്നെ ഒരു വെസ്റ്റേൺ അജണ്ടകളുടെ ഒരു പ്രതിച്ഛായ നിർമ്മാണം നടക്കുന്നുണ്ടോ എന്നുള്ളത് സിബി മാത്യൂസ് മുതൽ ഈ പറയുന്ന പോലെ ശ്രീധരൻ വരെയുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സാമാന്യ ജനത്തിനോട്, പ്രേക്ഷകരോട് പറയാനുള്ളത്.